PMCH में मंथली और काम नहीं നിലവിലെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് ഇടപെടലുകൾ കൊണ്ട് പിന്നെ ബേബി മെമ്മോറിയലിലേക്ക് അവർ പിന്നെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ന്യൂറോളജിസ്റ്റ് പിന്നെ നമ്മളോട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ ഇന്നോ നാളെയും കൂടെ ഒരു ഒബ്സർവേഷനിൽ വെച്ച് യാത്ര ചെയ്യാൻ പിന്നെ ആകാവുന്നൊരു സമയത്ത് അവരെ ഇവാക്യുവേറ്റ് ചെയ്യും. അത് ഈ ഡി ലെവൽ AC ആംബുലൻസിൽ പത്നിയിലേക്ക് ആ എയിംസിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇപ്പോഴും ഇതിൻ്റെ നിലവിലെ സ്ഥിതി. അതോടെ പാലിയേറ്റീവ് അതുപോലെയുള്ള ചികിത്സാ രീതികളിൽ പിന്നെ മെച്ചപ്പെടുന്നതാണ് കിട്ടുന്ന വിവരം. കഴിഞ്ഞ ദിവസം മേഘ കൺസ്ട്രക്ഷനിലത്തെ ഒരു അതിഥി തൊഴിലാളിയുടെ ഒരു അപകട വാർത്ത നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഒരു തുടർ ഇടപെടൽ എന്ന നിലയിൽ ആ തൊഴിലാളി ഒരു കേവലം ട്രെയിനിൽ കയറ്റിവിടുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറ്റി ആ തൊഴിലാളി ഇപ്പോൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് സർക്കാർ സംവിധാനത്തിൽ ഇടപെടലോടുകൂടി തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർക്ക് ഒരു തുടർ ചികിത്സ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പരിശോധനയ്ക്ക് വേണ്ടി അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 2 ദിവസം ഒബ്സർവേഷനിൽ വെച്ചിട്ട് ചികിത്സയ്ക്ക് വേണ്ടി എല്ലാ ഇടപെടലും നടത്തിയിട്ടുണ്ട്. മേഘ കമ്പനി ആദ്യം അതിന് ഒരു കൃത്യമായ നല്ല സമീപനം സ്വീകരിച്ചില്ലെങ്കിലും പിന്നീട് ആ സമീപനത്തിലേക്ക് വരികയും അവർക്ക് ചികിത്സ നൽകാൻ ആവശ്യമായ എല്ലാ സഹായവും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങൾ നമ്മുടെ നാട്ടിലെ എല്ലാ വ്യവസായശാലകളിലും തൊഴിൽശാലകളിലും നടക്കുന്നുണ്ട്. ഇതൊക്കെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോ ട്രേഡ് യൂണിയനുകളോ കൃത്യമായിട്ട് നോക്കുകയോ കാണുകയോ ചെയ്യാത്തത് ഒരു വലിയ ദുരന്തമോ ആയി മാറുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലെ നിത്യ കാഴ്ചയായി മാറുന്നുണ്ട്. ഇതിന് ഒരു കൃത്യമായ പരിഹാരം ഇടപെടലും ഇട്ടില്ലെങ്കിൽ സാമൂഹ്യമായ ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇത്തരം ഒറ്റയാൾ ആക്ടിവിസ്റ്റ് പ്രവർത്തനം കൊണ്ട് മാത്രം നടക്കുന്നതല്ല, ഒരു പൊതു ഇടപെടൽ ഉണ്ടാവേണ്ടതെന്നാണ് പ്രധാനമായിട്ടായിട്ട് പറയാനുള്ളത്. തൊഴിൽ നിയമങ്ങളൊക്കെ ധാരാളം ഉണ്ടെങ്കിലും ഈ തൊഴിൽ നിയമങ്ങൾക്ക് അതിഥി തൊഴിലാളികൾക്കോ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ തൊഴിലാളികൾക്കോ അതിൻ്റെ മാനേജ്മെൻറ്റിനോ കൃത്യമായിട്ട് അറിയുന്നില്ല എന്നൊരു വിഷയമുണ്ട്. അല്ലെങ്കിൽ അറിഞ്ഞാൽ തന്നെ അവർക്കത് പറഞ്ഞു കൊടുക്കുന്നില്ല. അവർ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ട, കമ്പനിയിൽ നിന്ന് എടുത്തു കൊടുക്കാത്ത ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ആ ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നൊരു സാഹചര്യം ഇവിടെയുണ്ട്. തൊഴിൽ വകുപ്പും ലേബർ ഡിപ്പാർട്ട്മെൻറ്റും കൃത്യമായിട്ട് അല്ലെങ്കിൽ അഗ്രസീവായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടാൽ മാത്രമേ ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും അഥവാ ഇത്തരം അപകടങ്ങൾ വന്നു കഴിഞ്ഞാൽ കൃത്യസമയത്ത് അവർക്ക് ചികിത്സാ സഹായങ്ങളും സൗകര്യങ്ങളും ഉണ്ടാക്കാനും പറ്റുകയുള്ളൂ. അപകടങ്ങളുടെ രാഷ്ട്രീയ ഇടപെടലുകളുടെ നഷ്ടങ്ങളാണ് ശരിക്കും ഈ വരുന്നത്. കാരണം ഈ റോഷൻ കുമാറിനോ ആ കുടുംബത്തിനോ പറ്റിയ നഷ്ടം നമുക്കൊരു കാരണവശാലും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം അത് വളരെ അപരിഹാര്യമായൊരു നഷ്ടമാണ്. അത് നമ്മളെ ഈ രാജപാതകളിൽ ചില ബലികളാണ്. ഇപ്പം നമ്മൾ കാണുന്ന പോലെയില്ലേ ഒരുപാട് ആളുകൾ ഇപ്പം ഈ ഇതുപോലെയുള്ള കൺസ്ട്രക്ഷൻ കമ്പനികളിൽ മിസ്സിങ് ആയ ആളുകൾ അപകടം പറ്റിയിട്ട് പിന്നെ അനോണിമസ് ആയിട്ട് പോയ ആളുകളുണ്ട്. ഇതെല്ലാം ശരിക്കും അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഏതോ നാട്ടിലത്തെ പിന്നെ പാവങ്ങളാണ് ഇവിടെ പണിക്ക് വരുന്നത്, ചെറിയ കൂലിക്കാണ്. ഇതിൽ തൊഴിൽ നിയമങ്ങളൊന്നും വലിയ ബാധകമല്ല ശരിക്കും പലയിലും. കാരണം ഇവർ ശരിക്കും ഒരു കൺകാണി പണി പോലെ. ഇതിനകത്ത് മറ്റൊരു വിഷയമുണ്ട്. ഈ അപകടം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഡ്രൈവർ കൂടെ ഇതിനകത്ത് അപകടം പറ്റിയിട്ടുണ്ട്. ഈ ഡ്രൈവർക്ക് എന്ത് ചികിത്സയാണ് ഇപ്പം നൽകുന്നത്, എവിടെയാണ് ഉള്ളത് പോലും കൃത്യമായിട്ട് ഈ കമ്പനിക്ക് ആൾക്കാരില്ല. ഇതിൻ്റെ FIR ഇടാതിരിക്കുന്നതിന് കാരണം ഈ ഓടിച്ച ഡ്രൈവർ, വാഹനം ഓടിച്ച ആൾ മൊഴിയെടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് FIR ഇട്ടിട്ടില്ല. FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടതിനകത്ത് എത്ര തൊഴിലാളികൾക്കാണ്, എത്ര പേർക്ക് അപകടം പറ്റിയെന്ന് പറഞ്ഞില്ല. അവരുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല. കൃത്യമായ ഒരു എന്താണ്. അതെ, വിവരം പറഞ്ഞത് കറക്റ്റാണ്. കാരണം അത് ശരിക്കും അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഒരു പോലീസ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ വളരെ അടിയന്തരമായിട്ട് ഇടപെടേണ്ട കേസുകൾ ചെയ്തു. ഇവരെത്ര പേര് ഇപ്പം ഈ കക്ഷികൾ ഇനിയിപ്പം അവരുടെ ജീവിതം പൂർണ്ണമായിട്ട് പോയി, തുച്ഛമായ നഷ്ടപരിഹാരങ്ങളെ മിക്കവാറും അവർക്ക് കിട്ടുമല്ലോ. ഇപ്പം ഈ ഇടപെടലുകളെല്ലാം കൊണ്ട് ഒന്നും ഉണർത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അയാളെ നഷ്ടങ്ങളൊന്നും സാമ്പത്തികമായിട്ട് നികത്താൻ പറ്റില്ല. ഫാമിലി വളരെ ദരിദ്ര ഫാമിലിയാണത്. ഇനി അവരെന്ത് ചെയ്യാൻ? ആ വയസ്സായ ആളുകളാണ് അവരെ അച്ഛനും അമ്മയായിട്ടുള്ളത്. വേറെ രണ്ട് സഹോദരങ്ങളാണ് അവർക്ക് ഇല്ലത്, പഠിക്കുന്നവർ. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസമാണ് ഈ മനുഷ്യന്മാർക്ക്. ശരിക്കും സമൂഹം പിന്നെ ഈ ഗവേണൻസ് എല്ലാം അവർക്ക് വേണ്ടിയിട്ട് കാര്യമായി പ്രവർത്തിക്കണം എന്നാണ് പറയാനുള്ളത്.